ഈ നോ കോണ്ടാക്ട് ഗെയിമിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളാണോ അതോ നിങ്ങളുടെ എക്സ് ആണോ വിജയിക്കുക? നിങ്ങളുടെ ലൈഫിൽ ഈ നോ കോണ്ടാക്ട് എങ്ങനെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു? നിങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുകയാണോ അതോ അവർക്ക് വേണ്ടി കരയുകയാണോ? അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം എന്തായാലും നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം. അപ്പം നമ്മളിവിടെ 9 of Cups, Ace of Swords, 7 of Pentacles, 8 of Pentacles and Ace of Wands എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോഴും ആ പേഴ്സണിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതാണ്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതിനെന്തായിരിക്കും കാരണം. ഇപ്പോൾ അതുപോലെ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ വിചാരിച്ചു ഈ പേഴ്സൺ വളരെ ഡിഫറെൻ്റ് ആണെന്ന്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നത്. പക്ഷേ ഇതെല്ലാം എന്താ പറയുക, നിങ്ങളുടെയൊക്കെ ലൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ ചതിക്കാൻ അറിയില്ല, കാരണം നിങ്ങൾ അവരെ അന്ധമായിട്ട് സ്നേഹിച്ചിരുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ്, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധം എത്ര രസമായിരുന്നു എന്ന് അവരൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നൊന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര ആഴത്തിലുള്ളൊരു സ്നേഹബന്ധമായിരുന്നു. അതിപ്പോൾ അവരുടെ ഈഗോ കൊണ്ട് മാത്രം തന്നെ ആ വ്യക്തി ഈ ബന്ധം നശിപ്പിച്ചു. അല്ലെങ്കിൽ ഇത് വളരെ വളരെ നല്ല രീതിയിൽ തുടർന്നു പോകേണ്ട ഒരു ബന്ധമായിരുന്നു. ശരിക്കും ആ വ്യക്തി നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ കാരണം തന്നെ അവരുടെ ഈഗോയും ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് എക്സെട്ര അങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്താ പറയുന്നത്, നിങ്ങൾ സ്ട്രോങ് ആണെന്നോ വീക്കാണെന്നോ അല്ലെങ്കിൽ ഹീലായെന്നോ അങ്ങനെയൊന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇതൊക്കെ ശരിക്കും ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ പാസ്റ്റിലെ കാര്യം റീവിസിറ്റ് ചെയ്തില്ല എന്ന് കരുതി, അതായത് നിങ്ങളിപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളൊന്നും ഓർത്തില്ല എന്ന് കരുതിയിട്ട് ഹീലിംഗ് നടക്കണമെന്നൊന്നുമില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ വ്യക്തിയായിട്ട് മാസങ്ങളുടെയും വർഷങ്ങളുടെയും ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1-2 ദിവസങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റാൻ കഴിയില്ല ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനിലൊരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് നാളുകൾ ഈ വ്യക്തിയുമായി ചിലവഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ അങ്ങനെ ആ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷന് പോയി, അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായി ഫംഗ്ഷന് പോയിരുന്നു, വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറൊരു ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും പോകേണ്ടി വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യും. കാരണം അയ്യോ ഞാൻ വ്യക്തിയായി പോയിരുന്നതായിരുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. അപ്പോൾ ആ സമയത്ത് അത് ബ്രെയിൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സിറ്റുവേഷൻസും അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അതൊന്നും നമുക്കൊരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് ആരുടെയും മൈൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രെയിനിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ആ വ്യക്തി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ പേഴ്സണെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾ ഈ റിലേഷന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ പേഴ്സൺ വളരെ ഡിഫറെൻ്റ് ആണ്. അവർ ചെയ്തത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇനിയുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനും പ്രൊജക്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രോമാസിന് വേണ്ടിയിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ഈ ട്രോമാസിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ട്രോമ ഹീലിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം? ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ പലതരം വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെ പോകാറുണ്ട്. അത് ചിലപ്പോൾ ബ്രേക്കപ്പ് ആകാം, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ പലതരത്തിൽ നഷ്ടപ്പെട്ടതാകാം, എന്തെങ്കിലും മാരക അസുഖങ്ങൾ ഉണ്ടായത് കൊണ്ടാകാം. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ ആളുകൾ അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് സ്വയം ശിക്ഷിക്കും.
അതൊരിക്കലും അവർ എക്സ്പ്രസ് ചെയ്യില്ല. എന്നിട്ട് അവർ ചിന്തിക്കുന്നത് എന്താണ്? ആ ട്രോമയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാം, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം എന്നൊക്കെയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അത് തനിയെ മറന്നു പോകുമെന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ അതൊരിക്കലും നടക്കില്ല. ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ ട്രോമ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുക, അല്ലേ? നിങ്ങൾ ഉള്ളിൽ അടിച്ചമർത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് സ്റ്റോർ ചെയ്യുകയാണ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം, നിങ്ങളുടെ ബോഡി ഇതിലേക്കൊക്കെ സപ്രസ് ചെയ്യപ്പെടും. അപ്പം നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഒക്കെ ഇത് ചെയ്യാൻ കഴിയും. കുറച്ച് കഴിഞ്ഞ് എന്താണ്, ഇത് വീണ്ടും സർഫസിലേക്ക് പൊങ്ങി വരും. അപ്പം എന്താകും? നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരാം. വിട്ടുമാറാത്ത തലവേദന, ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ, ചെസ്റ്റ് പെയിൻ, അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതെന്തുകൊണ്ടാണ്? ഈ ട്രോമ നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. ഇത് ശരിക്കും നമ്മുടെ ബോഡിയും സോളിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അതിനൊരുപാട് വഴികളുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുവെങ്കിൽ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് എനിക്കിപ്പോൾ ഒത്തിരി സങ്കടമുണ്ട്, ഞാൻ സങ്കടം അനുഭവിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അതിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനെ ഒരിക്കലും നമ്മൾ നിരസിക്കരുത്. അതായത്, ഞാൻ സങ്കടപ്പെടുകയാണ്, ഉടനെ തന്നെ ഞാനിത് മാറ്റി സന്തോഷിക്കാം അന്ന് പറയുന്നാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. ആളുകൾ പറയാറില്ലേ, വളരെ നിസ്സാരമായിട്ട് അതൊരു ബ്രേക്കപ്പാണ് എന്ന്. എന്നാൽ അതൊരിക്കലും അത്ര നിസ്സാരമല്ല. അത് ജസ്റ്റ് ഒരു ബ്രേക്കപ്പ് മാത്രമല്ല. നിങ്ങളുടെ ബിലീവ് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റാണ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങളുടെ ഭാവി, ഇതൊക്കെയാണ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഇതൊരു ജോക്കല്ല ആളുകൾ കരുതുന്ന പോലെ, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ സെലിബ്രിറ്റീസ് ആയിരിക്കാം അല്ലെങ്കിൽ നോർമൽ ആളുകളായിരിക്കാം, ആരെയാണെങ്കിലും അത് അഫക്റ്റ് ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്. അതിപ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ പോലും അവരുടെയും ഹൃദയം തകർന്നു പോകും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. കാര്യങ്ങൾ എങ്ങനെ ഡീല് ചെയ്യണം എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും, അല്ല എങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിൽ പോലും, നമ്മൾ സ്വയം ഇതിൽ പെടുമ്പോൾ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിലായി പോകും. ഇനി നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ കരയുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എടുത്ത് നിങ്ങൾ അതിനു വേണ്ടി എടുക്കുക, കരയുക. അല്ല എങ്കിൽ നിങ്ങൾക്കിനി ദേഷ്യമാണോ, ഒരു പേപ്പർ എടുത്ത് കുത്തി വരച്ച് തീർക്കുക. ഇനി നിങ്ങളൊരു തെറാപ്പി ചെയ്യുകയാണെങ്കിൽ അതും വളരെ ബെറ്റർ ആയിരിക്കും. ഇനി അല്ല, നിങ്ങളെ കേട്ടിരിക്കാൻ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോട് പറയൂ, അതും വളരെ നല്ല കാര്യമാണ്. ഇനി ഇതൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ഈ രഹസ്യങ്ങളൊന്നും ആരോടും പറയാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിലേക്ക് എഴുതുക. എല്ലാ കാര്യങ്ങളും എഴുതുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതി നിങ്ങളുടെ വിഷമം തീരുന്നവരെ എഴുതുക. അതിനുശേഷം അത് കത്തിച്ചു കളയണം. ആ പേപ്പർ കത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ആ അഗ്നിയിലേക്ക് സറണ്ടർ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. യൂണിവേഴ്സിൻ്റെ ഒരു എലമെൻ്റായ അഗ്നിയുടെ സഹായത്തോടെ നമ്മൾ ആ ഫീലിങ്സ് എല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. ഇനി അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്യും. അതിനിപ്പോൾ ഡാൻസ് അറിയില്ല എന്നൊന്നും പറയണ്ട, നിങ്ങളുടെ ബോഡി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. അതൊന്നും പറ്റുന്നില്ല എങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ജമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വോക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിനി നിങ്ങളുടെ ബോഡിയുടെ ഏത് പാർട്ടിലാണ് ഈ ഇമോഷൻ തോന്നുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങളതെല്ലാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ബ്രേക്കപ്പ് ഉണ്ടായാൽ എന്താ ചെയ്യുക? സാധാരണ എല്ലാവരും കുറേ ദിവസം കരയും. എഗെയിൻ, സാധാരണ എല്ലാവരും എന്നല്ല, ചില ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കപ്പിൾ ഓഫ് ഡേയ്സ് അവർ കരഞ്ഞു കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് അവർ മൂവ് ഓൺ ചെയ്യും. അല്ലെങ്കിൽ ചിന്തിക്കും, ആ വ്യക്തി തിരിച്ചു വരുമോ? ശരിയല്ലേ? പക്ഷെ ഇതൊന്നും ഒരു സില്ലി ക്വസ്റ്റ്യൻ ആണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആളുകൾക്ക് എന്താണെന്നറിയാമോ, ആ ശൂന്യത സഫർ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു വ്യക്തി പോയി, നമ്മളുടെ ലൈഫിൽ അവരുടെ പ്ലേസിൽ ഭയങ്കര ശൂന്യതയായിരിക്കും. ആ ശൂന്യത സഫർ ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രോബ്ലം. എനിക്കിനി വേറെ ആരെങ്കിലും ഇതുപോലെ കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും, ഇല്ലേ? എന്തുകൊണ്ടാണ് കിട്ടില്ലാത്ത? അത് നിങ്ങളുടെ ചിന്തയാണ്. ഇനി ഒരാളെ കിട്ടുമോ, ഇനി അഥവാ കിട്ടിയാൽ അയാളും എന്നെ ഇതേപോലെ കിട്ടേച്ച് പോകുമോ, അങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഈ തോട്ട് പ്രോസസ്സ് നിങ്ങൾ ഉറപ്പായിട്ടും മാറ്റണം. കാരണം
ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ചെയ്യും എന്ന് കരുതി എന്ന് വിചാരിച്ചിട്ട് അടുത്ത ആൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പം ഈ വ്യക്തി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അടുത്ത ആൾ ചെയ്യണമെന്നുണ്ടോ? അപ്പം ആദ്യം നിങ്ങൾ നിങ്ങളെയാണ് റെഡിയാക്കേണ്ടത്. ശരിയായ ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാണ് നിങ്ങളെ മാറ്റേണ്ടത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വേഗം നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കാരണം? അതിന് കാരണം നമ്മുടെ ഈ ട്രോമാസ് തന്നെയാണ്. നമ്മുടെ ചൈൽഡ്ഹുഡിലൊക്കെ നമുക്ക് കുറേ ബിലീഫ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ പേരൻസിൻ്റെയൊക്കെ ബിഹേവിയർ കൊണ്ടാവാം, അല്ല എങ്കിൽ നമ്മളിപ്പോൾ ചില കുട്ടികളെയൊക്കെ കാണില്ലേ, നമ്മൾ എന്താ പറയുക, നഴ്സറിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ ആരെങ്കിലും ഹൗസ് മെയ്ഡിനെ വെക്കും, അവരായിരിക്കും ചിലപ്പോൾ കുഞ്ഞിനെ നോക്കുക അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു പെരുമാറ്റത്തിൽ നിന്നും നമ്മൾക്ക് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാകാം, ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകും, ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാകാം. എന്താണ്, നമ്മൾ സ്നേഹത്തിന് അർഹരല്ല, അങ്ങനെയുള്ള തോട്ട്സൊക്കെ നമുക്ക് ഉണ്ടാവും. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നായിരിക്കും. ഒരിക്കലും അവരത് അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. അവരും അറിയാതെ അവർക്ക് അവരുടെ പാരൻസിൽ നിന്നും കിട്ടിയതായിരിക്കും. അവർക്കുണ്ടാവും ഒരു ബിലീഫ് സിസ്റ്റം, അതായിരിക്കും അവർ നമ്മളോടും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാകുന്നതാണത്. ഇനി അവരുടെ സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറേ എഫേർട്ട് ഇടണം, അങ്ങനെയൊക്കെ തോട്ട്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഈ ചിന്തകളൊക്കെ ഉണ്ടല്ലോ നമ്മോടൊപ്പം വളർന്ന് വലുതാകും. അതായത് നമ്മളുടെ ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് ചിന്തയാണെങ്കിലും അത് നമ്മോടൊപ്പം വളർന്ന് വലുതാകും. ചിലപ്പോൾ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, വളരെ കോൺഫിഡൻ്റ് ആയിരിക്കാം. പക്ഷേ ഒരു റിലേഷൻ്റെ കാര്യം വരുമ്പോൾ ഉണ്ടല്ലോ ആ കോൺഫിഡൻസ് ഒക്കെ പോകും. നിങ്ങൾ പിന്നീട് കടന്നു പോകുന്നത് ശരിക്കും ആ ട്രോമയുടെ ബേസിലായിരിക്കും, ആ ബന്ധത്തിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോമാസ് അപ്പോഴേക്ക് ട്രിഗർ ചെയ്യും. അപ്പോൾ എന്താവും, അങ്ങനത്തെ തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള നിങ്ങളുടെ ചിന്ത കൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാൻ വേണ്ടുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും. റിലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാർമിക് ലെസൺ ആണ്. അതൊരു മിറർ പോലെയാണ് കേട്ടോ. നിങ്ങളുടെ മുൻപിൽ പിടിച്ചിരിക്കുന്ന ഒരു മിറർ പോലെയാണത്. ശരിക്കും എന്താ പറയണത്, നിങ്ങളുടെ ട്രോമാസ് അങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു റിലേഷനിൽ നിങ്ങളുടെ ട്രോമാസ് കാണാൻ പറ്റുന്നത് പോലെയായിരിക്കും ശരിക്കും അവർ പെരുമാറുന്നത്. കാരണം അവരൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ ചേരില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിലും നല്ല ബന്ധം കിട്ടും എന്നൊക്കെ അവർ നിങ്ങളെ ഫീൽ ചെയ്യിക്കും. അതൊന്നും മനഃപൂർവ്വം അവർ ചെയ്യുന്നതല്ല. അതൊക്കെ നിങ്ങളുടെ തോട്ട്സ് കൊണ്ട് അവർ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അത് നിങ്ങളുടെ ഫീലിങ്സിനെ ട്രിഗർ ചെയ്യിക്കും. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ടല്ലോ, ഞാൻ സ്നേഹത്തിന് അർഹനല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ആളുകളെ കിട്ടില്ല എന്നുള്ള തോട്ട്സ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വന്നുപെടും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇമോഷൻസ് ഉണ്ടല്ലോ, ആ സങ്കടങ്ങൾ, ആ ഫീലിങ്സ് എല്ലാം അവർ വലിച്ച് പുറത്തേക്കിടും. ശരിക്കും ഇങ്ങനെ വരുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ ശരിക്കും പറയും എന്താണ്, അവർ നമ്മൾക്കൊരു കഷ്ടകാലത്തിന് അങ്ങനെ വന്നതാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ ദ്രോഹിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. സത്യത്തിൽ ഇങ്ങനെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. കാരണം അതെന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു മിറർ പോലെ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ മുഴുവൻ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആണ് ഇവർ നമ്മളുടെ ലൈഫിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഈ ട്രോമാസിനെ റിലീസ് ചെയ്യാൻ അവരെ നിങ്ങളെ സഹായിക്കും. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. നിങ്ങളിൽ പലരും ട്രോമ ഹീലിങ്സിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും അല്ലേ. അത് നല്ലതാണ്. ശരിക്കും നമ്മൾ ഈ വരുന്ന ട്രോമാസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഹീൽ ചെയ്യാത്തവർ അതൊരിക്കലും സപ്രസ് ചെയ്യുകയും ചെയ്ത്, ഇനി ഹീൽ ചെയ്തില്ലെങ്കിൽ പോലും ഒരിക്കലും അത് നമ്മൾ അടിച്ചമർത്തരുത്. നിങ്ങളുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയാണ്, അല്ലെങ്കിൽ യോഗ്യനാണ്, ഞാൻ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നവർ മാത്രം മതി എൻ്റെ കൂടെ. അല്ലാത്തവർ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ
എന്നെ സ്നേഹിക്കാൻ കഴിയുന്നവർ മതി, അല്ലാത്തവർ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ അല്ല. നിങ്ങളുടെ ട്രോമാസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റണം. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വഭാവം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നോ ആ അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ നിങ്ങൾക്കുള്ള ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തേ മതിയാവും. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളെ മാറ്റാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയും മുമ്പിൽ ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു വൈബ്രേഷനാണ്, ഒരു വികാരമാണ്. നിങ്ങളുടെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഒരു പേഴ്സണെ കാണുമ്പോൾ നമ്മൾക്കത് ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നമുക്ക് തോന്നും. ശരിക്കും എന്താ പറയണത്, നിങ്ങളുടെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഐഡിയൽ പേഴ്സണാണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും റിയൽ ആയിരിക്കും. അവരിൽ നിന്നും സ്നേഹം കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരല്ലാതെ തന്നെ നിങ്ങളെ സ്നേഹിച്ചോളും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണാണ് അവർ. നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചില പുതിയ കോഴ്സുകളിൽ ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ആളുകളെ അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ ബിഹേവിയർ കാണുമ്പോൾ ഉണ്ടല്ലോ, അവർ ഈ ട്രോമയിൽ കൂടെ കടന്നു വന്നവരാണ് എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ പേഴ്സണലി എടുക്കാതെ അവരുടെ ട്രോമ മൂലമുള്ള റെസ്പോൺസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. അതൊരു വലിയൊരു സ്പിരിച്വൽ അവേക്കനിങ് തന്നെയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത്, ഞാനാണ് റോങ് പേഴ്സൺ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. എന്താ പറയണത്, നിങ്ങൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കുകയാണ്. നിങ്ങളിപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളുടെ ട്രോമ പ്രോസസ്സിങ്ങിലാണ്. നിങ്ങളുടെ വൂൺസ് എല്ലാം ഹീൽ ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനൊക്കെ വരാം. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. നിങ്ങളോട് സ്വയം കരുണയുള്ളവരായിരിക്കുക. നിങ്ങളിപ്പോൾ ഹീലിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടിയും നിങ്ങളെ പുഷ് ചെയ്യരുത്. നിങ്ങളോട് സ്വയം എന്താ പറയണത്, നിങ്ങളോട് ക്ഷമയുള്ളവരാവുക. കാരണം നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് തന്നെ കൈൻഡ് ആയിരിക്കുക, നിങ്ങളോട് തന്നെ പേഷ്യൻ്റ് ആയിരിക്കുക. അങ്ങനെ നിങ്ങളോട് ഉള്ള ഒരു പെരുമാറ്റം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ ഹീലിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളോട് കൈൻഡ് ആയിരിക്കണം. നിങ്ങളെ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്, പുഷ് ചെയ്യരുത് ഒന്നിനു വേണ്ടിയിട്ടും. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. അത് എന്താണ്, നിങ്ങൾക്ക് ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങളെ സ്നേഹിക്കുക, ക്ഷമയുള്ളവരാകുക, നിങ്ങളോട് തന്നെ കരുണ കാണിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, നിങ്ങളുടെ എക്സ് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണല്ലോ. ഇത് ആ വ്യക്തിയെ എങ്ങനെ ഈ നോ കോണ്ടാക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ 9 of Swords, Moon, Wheel of Fortune, Knight of Cups, Emperor, 7 of Wands. ഇത്രയും കാർഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയണത്, അവരുടെ ഈ ഇമോഷൻസ് ഉണ്ടല്ലോ, അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കാതെ ഈ പേഴ്സൺ അവരുടെ ഈഗോയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇത് ശരിക്കും സങ്കടകരമായൊരു കാര്യമാണ് കേട്ടോ. കാര്യം
ഇത് നിങ്ങളിൽ ആർക്കാണ് റെസണേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ എക്സ് ഇപ്പോൾ അവരുടെ ഇമോഷനിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ശരിയാണ് എന്നുള്ളൊരു പിടിവാശിയിലാണ് നിൽക്കുന്നത്. കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം എന്താ പറയണത്, എനിക്ക് ആരെയും വേണ്ട, ഞാൻ ശരിയാണ് എന്ന നിലപാടിൽ അവരിപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾക്ക് സങ്കടകരമായൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവരിപ്പോഴും ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്, നിങ്ങളെ കാണിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനു വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളിലാണിപ്പോൾ. കാരണം അത് കാണിച്ചു കൂട്ടുക, നിങ്ങളെ കാണിക്കുക, നിങ്ങളെ ഷോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയണത്. നിങ്ങൾ ചെയ്യുന്നത് ഒരു ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ അവർ ഇതെല്ലാം റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ചില ആളുകൾ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചാൽ അവരെന്ത് ചെയ്യും? അവർ ഉടൻ തന്നെ അടുത്ത റിലേഷനിലേക്ക് പോകും. അതെത്ര ഹൊറിബിൾ ആണെന്ന് നിങ്ങൾക്കറിയോ? കാരണം എന്താണ്? നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചത്? ശരിക്കും ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയത് തന്നെ ആയിരിക്കില്ല. എന്താ പറയുക, ഇപ്പം ഈ റിലേഷനിൽ ഈ വ്യക്തി നിങ്ങളോട് കുറേ മിസ്ബിഹേവ് ചെയ്തു, നിങ്ങളോട് എന്താ പറയുന്നത്, റൂഡായി പെരുമാറി, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ എന്താ പറയുക, ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എന്താ ചെയ്യുക? അടുത്ത ആൾ വരുമ്പോൾ അവർ ആ വ്യക്തിയോട് ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ ചെയ്യുന്നത് ശരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി എന്താ പറയണത്, എന്നോട് ഭയങ്കര റൂഡായിരുന്നു, അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി വരുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങളോട് എന്താണോ ചെയ്തത് അത് തന്നെയായിരിക്കും ആ വ്യക്തി തേർഡ് പാർട്ടിയോട് ചെയ്യുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ആ വ്യക്തി ശരിക്കും ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ ട്രോമാസിൽ നിന്നാണ്. അവർക്ക് കുറേ ട്രോമാസ് ഉണ്ടാവും. ഇന്നർ ചൈൽഡിന് കുറേ ട്രോമ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാവും അവരുടെ ബിഹേവിയറിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ. അപ്പോൾ അവരതൊന്നും ഹീൽ ചെയ്യാതെ എന്താ ചെയ്യണത്? ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അടുത്ത വ്യക്തിയെ പോയിട്ട് വീണ്ടും സ്നേഹിക്കുന്നു. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഒരിക്കലും അവരുടെ സ്വഭാവത്തിലൊരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത വ്യക്തി വന്നു കഴിയുമ്പോൾ അവരെ സ്നേഹിക്കുന്നു, അവിടെ നിന്നും വീണ്ടും കാരണങ്ങൾ ഉണ്ടാക്കി ബ്രേക്കപ്പ് ആവുന്നു. അപ്പം ആദ്യ റിലേഷനിൽ എന്ത് തന്നെയായിരുന്നു അത് തന്നെയാവും അടുത്ത റിലേഷനിലും വരിക. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് വേറൊരു മാറ്റമോ അല്ലെങ്കിൽ സ്നേഹമോ അങ്ങനെയൊന്നും അവിടെ ഉണ്ടാവില്ല. കാരണം അവരുടെ ബിഹേവിയർ അവരൊരിക്കലും ചേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഇവിടെ ഈ 9 ഓഫ് സോർട്സും വീൽ ഓഫ് ഫോർച്യൂണും കണ്ടോ? ഇത് ശരിക്കും അവർക്കുള്ള ഒരു കാർമിക് ലെസൺ ആണ്. പക്ഷേ അവർ അതിൽ നിന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ തിരിച്ചു ചെല്ലും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പുറമെ പറഞ്ഞാലും അവർക്ക് ഉള്ളിൽ പേടിയുമുണ്ട്. അവരിപ്പോഴും പറയുന്നത് എന്താണെന്ന് പറയാം, അവരാണ് ശരി, അവരെ വിട്ടുപോയത് നിങ്ങളുടെ തെറ്റാണ്. അപ്പം പിന്നെ അവർ പറയുന്നത് എന്താ? അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നല്ല, അവർ പെർഫെക്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അവർ ഐഡിയലാണ്, പെർഫെക്റ്റ് ആണ്, ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവരതുപോലെ തന്നെ നിങ്ങളോട് പറയുകയാണ്, നീ എന്നെ വിട്ടുപോയി, എന്നെ സ്നേഹിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും നീ എന്നിൽ നിന്നും അകന്നു പോവില്ലായിരുന്നു. ഇതാണ് അവർ നിങ്ങളോട് പറയുന്നത്. അവരൊരു വളരെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അവർ സ്വയം പറയുകയാണ് ഇതെൻ്റെ തെറ്റല്ല. ഇപ്പോഴും അവർക്ക് ഇതിലൊന്നും ഒരു വിഷമമൊന്നുമില്ല, അത് അവർ എൻജോയ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ അവർ പറയുന്നതാണ്. എന്നിട്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇമോഷനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. അല്ല എങ്കിൽ അതെല്ലാം അവർ ഹൈഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ അവരുടെ മിസ്റ്റേക്ക് അവർ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് പേടിയുണ്ട്, സ്ട്രെസ്സുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി നഷ്ടപ്പെട്ടത് അവർക്ക് വളരെ വിലപിടിപ്പുള്ളൊരു കാര്യമാണ് എന്ന്. അവരുടെ ലൈഫിൽ നിന്നും അവർക്ക് നഷ്ടപ്പെട്ടത്. ഇത്രയൊക്കെ ആണെങ്കിൽ പോലും അവരുടെ കാർമിക് ലെസൺ ഇപ്പോഴും പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവരത് പഠിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ സപ്രസ് ചെയ്ത് വച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നിങ്ങളെ തന്നെ തിരിച്ചടിക്കും. ഈ പേഴ്സൺ ഒരു നാർസിസിസ്റ്റിക് പേഴ്സൺ ആണ്. അവരെപ്പോഴും സപ്ലൈയിൽ നിന്ന് സപ്ലൈയിലേക്ക് പോവുകയാണ്. അതായത് അവർക്ക് എപ്പോഴും ടേക്കാണ്, ഗീവ് അല്ല. ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻ എന്ന് പറഞ്ഞാലും അവർക്ക് ഗീവ് അല്ല, ടേക്കാണ്.
അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെ സപ്ലൈയിൽ നിന്ന് സപ്ലൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കുന്ന മൊമെൻറ്റിൽ അവരെന്താവും, അടുത്ത ആളിലേക്ക് പോകും. കാരണം അവർക്ക് അങ്ങനെ പറ്റൂ. അതാണ് അവർ അടുത്ത ആളിലേക്ക് അടുത്ത ആളെ തേടിപ്പോകും. ഇനി അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ നിങ്ങൾ തിരിച്ചു വരുമോ എന്നവർ നോക്കും. നിങ്ങൾ തിരിച്ചു വരും എന്ന് ചെറിയൊരു തോന്നലുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത പോലെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ഹായ് ഹലോ മെസ്സേജ് ഒക്കെ അയച്ച് നിങ്ങളുടെ അടുത്ത് കൂടും. ഇനി ഇവർ ഒരു അവോയ്ഡൻറ്റ് പേഴ്സൺ ആണെങ്കിൽ എന്താ ചെയ്യുക എന്നറിയോ? അവർ അവരുടെ ഇമോഷൻ സപ്രസ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പുറത്തു വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ഒരു ലോങ് ടേം റിലേഷനിലായിരുന്നു, കുറേ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും റീസണിൽ അത് ബ്രേക്കപ്പായി. എങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റും? പക്ഷെ അവർക്കതൊക്കെ അങ്ങനെയാണെന്ന് കാണിക്കാം. പക്ഷേ സത്യത്തിൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഒരിക്കലും നടക്കില്ല. ഇനി അവരങ്ങനെ കാണിക്കുകയാണെങ്കിൽ തന്നെ മൂവ് ഓൺ ചെയ്യാണ്, ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്യുന്ന എന്താണ്, അവരുടെ ഇമോഷനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നും സംഭവിക്കാത്ത പോലെ അവർ പെരുമാറും. ഇനി ഞാൻ ചോദിക്കട്ടെ, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് അവരുടെ ലൈഫിനെ ബാധിക്കില്ലേ? ഉറപ്പായിട്ടും ബാധിക്കും. കാരണം അടിച്ചമർത്തപ്പെട്ട ആ ഫീലിങ്സ് പുറത്ത് വരിക തന്നെ ചെയ്യും. അപ്പം നിങ്ങളെന്താണ് ചെയ്തത്? നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളെ ഹീൽ ചെയ്തു. എന്നാൽ അവരത് ചെയ്തിട്ടില്ല. അവരുടെ ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്ത് വെച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഇമോഷൻസ് എന്താ പുറത്ത് വരാൻ തുടങ്ങും. അത് അവരുടെ മൈൻഡിനെയും ബോഡിയെയും ബാധിക്കും. അവരെ തിരുത്താൻ തയ്യാറല്ല എങ്കിൽ അവസാനം അവർ എന്നേക്കുമായിട്ട് അവരുടെ ലൈഫിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഇതൊക്കെയായിരിക്കും അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ അവരെ അത്രയും സ്നേഹിച്ചിട്ട് അവർക്ക് എന്നോട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റി എന്നല്ലേ? എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാത്തത് അവർക്ക് കഴിയും. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ട്. ഇവരെ പോലെയുള്ള വ്യക്തികൾ എന്താ ചെയ്യാന്നറിയാം? നിങ്ങളെപ്പോലെയുള്ളവരുടെ സന്തോഷവും എനർജിയും എല്ലാം നിങ്ങളിൽ നിന്നെടുക്കും. എന്നിട്ട് തിരിച്ചു തരേണ്ട ടൈം ആവുമ്പോൾ അടുത്ത ആളെ തേടിപ്പോകും. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ പഠിക്കുക. അവർക്ക് വേണ്ടി ദൈവം തന്ന മനോഹരമായ നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക.